ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ധാരണയായെന്ന് ഡൊണാൾഡ് ട്രംപ്. മറുചുങ്കം 25-ൽ നിന്നും 18 കുറച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് മോദി ഉറപ്പ് നൽകിയതായി ട്രംപ്. പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങും. പി ബസന്ത് ഉണ്ട്. ബസന്ത്, ഈ ആശയക്കുഴപ്പമൊക്കെ അവസാനിച്ചു എന്ന് ഏത് രീതിയിലുള്ള സ്ഥിരീകരണം വരുന്നു? ട്രംപിൻ്റെതായിട്ടുള്ള ഒരു അവകാശവാദം അത് ഏത് നിലയ്ക്ക് എങ്ങനെ വരുന്നു? വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല എന്നാണോ? പ്രജീഷ്, അല്പസമയം മുമ്പാണ് ഒരു 9:30 മണിയോടുകൂടി അമേരിക്കൻ അംബാസിഡർ സെർജി ഗോറാണ് ഡൊണാൾഡ് ട്രംപും മോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചു എന്നുള്ള വിവരം പുറത്തുവിടുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി സ്റ്റേ ട്യൂൺഡ് എന്ന് പറഞ്ഞ് ഒരു എക്സിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. തൊട്ട് പിന്നാലെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു വിശദമായ പോസ്റ്റ് തന്നെയാണ് എക്സിൽ എഴുതിയിട്ടുള്ളത്. അത് പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദിയുമായി ഇന്ന് രാവിലെ സംസാരിച്ചു. ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. രണ്ട് രാജ്യങ്ങളിലെയും ഏറ്റവും ശക്തരായ ബഹുമാനിക്കപ്പെടുന്ന നേതാക്കളാണ്. വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് ട്രംപ് പറയുന്നു. മാത്രമല്ല, ഞങ്ങൾ വ്യാപാരം ചർച്ച ചെയ്തു. റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്തു എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് മോദി റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നത് അവസാനിക്കും എന്ന് സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, അതിന് പകരം അമേരിക്കയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങാൻ സമ്മതമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇതോടുകൂടി ഉക്രൈൻ യുദ്ധം അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ട്രംപ്. മാത്രമല്ല, ഇന്ന് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന പ്രകാരം ഒരു വ്യാപാര കരാർ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നു എന്നാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, അമേരിക്കയും ഇന്ത്യയും തമ്മിൽ. അതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക നേരത്തെ ഏർപ്പെടുത്തിയ 25% മറുചുങ്കം, റെസിപ്രോക്കൽ ടാരിഫ്, അത് 18% കുറയ്ക്കുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ സമാനമായ തരത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നേരെയുള്ള ഇന്ത്യയുടെ തീരുവകൾ അത് 0 ആക്കും, അല്ലെങ്കിൽ 0 മാറ്റും, അല്ലെങ്കിൽ നികുതി എടുത്തു കളയും എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ മോദി സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെടുന്നത്. അതായത് $500 ബില്യൺ മുകളിലുള്ള സാധനങ്ങൾ, അത് ഊർജം, സാങ്കേതിക വിദ്യ, കാർഷികോൽപ്പന്നങ്ങൾ, കൽക്കരി തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്, ഞങ്ങൾ രണ്ടുപേരും ചേർന്നാൽ കാര്യങ്ങൾ നടക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ട്വീറ്റ് അവസാനിക്കുന്നത്. മോദി ട്രംപ് സംഭാഷണം പുറത്തുവിടുന്നതും അമേരിക്കൻ അംബാസിഡർ ഡൽഹിയിലെ സെർജി ഗോറാണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം വരാത്തിടത്തോളം കാലം മറ്റെന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ട്? കാരണം ഒരു കരാറാണ്, കരാറിൽ രഹസ്യാത്മകത ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്ന് ഒറ്റയടിക്കുള്ള ഒരു പ്രഖ്യാപനം, പിന്നെ വെനസ്വേലയിൽ നിന്നും വാങ്ങും എന്ന ട്രംപിന്റെ ഈ അവകാശവാദം. അപ്പോൾ ഇതിനോടൊക്കെ കരുതലോടുകൂടിയുള്ള ഒരു പ്രതികരണമായിരിക്കും ഇന്ത്യ നടത്തുക? ഒരു സ്ഥിരീകരണം അത് എപ്പോഴുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇതുവരെ വിദേശ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച യാതൊരുവിധ പ്രതികരണവും വന്നിട്ടില്ല. അതായത് അമേരിക്കൻ അംബാസിഡർ, ഡൽഹിയിലെ അമേരിക്കൻ അംബാസിഡർ സെർജി ഗോറ് അമേരിക്കൻ പ്രസിഡന്റും മോദിയും തമ്മിൽ സംസാരിച്ചു ടെലിഫോണിൽ. കൂടുതൽ വിവരങ്ങൾക്കായി സ്റ്റേ ട്യൂൺഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു എക്സ്പോസ്റ്റ് ചെയ്യുന്നു. അതിൽ ഒരു വിശദീകരണം വന്നിട്ടില്ല. തൊട്ട് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന ഈ വിശദമായ അവകാശവാദം, അതായത് 3 കാര്യങ്ങളാണ്. 1, റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി. 2, അതിന്റെ പിന്നാലെ അമേരിക്കയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും വാങ്ങും എന്ന് ഉറപ്പ് നൽകുന്നു. പിന്നീട് $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി വാങ്ങില്ല, അല്ലെങ്കിൽ നികുതി എടുത്ത് കളയുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇതിന്റെ പിന്നാലെയാണ് ട്രംപ് പറയുന്നു, ഞങ്ങൾ തമ്മിൽ, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ അന്തിമമായിട്ടുണ്ട് എന്ന് പറയുന്നു. എഫക്റ്റീവ് ഇമ്മീഡിയറ്റ്ലി എന്നാണ് പറയുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് പറയുന്നത്, ഇതിന്റെ പശ്ചാത്തലത്തിൽ മറുചുങ്കം 25-ൽ നിന്നും 18% ഞങ്ങൾ കുറയ്ക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ പിന്നെയും ഒരു 25% ചുങ്കം അവിടെ നിൽപ്പുണ്ട്. അത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് വേണ്ടി ആ സമയത്ത് അടിച്ചേൽപ്പിച്ചതാണ്. ആ 25% കുറിച്ച് ട്രംപ് ഒന്നും പറയുന്നുമില്ല.
അപ്പോൾ ഇതില് ഒരു ആശയക്കുഴപ്പം എന്നുള്ളതല്ല, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഈ ട്രംപിന്റെ ഈ അവകാശവാദത്തിന്മേൽ ഒരു വിശദീകരണം വളരെ വളരെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം ജയറാം രമേശ്, കോൺഗ്രസിന്റെ വക്താവ് ജയറാം രമേശ് പറഞ്ഞത് ഇന്ത്യയിലെ തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് എന്നുള്ള തരത്തിൽ കളിയാക്കിക്കൊണ്ടൊരു പോസ്റ്റ് വന്നിരുന്നു. ഇപ്പോൾ അതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇത്തരത്തിലൊരു മാത്രമല്ല ഇപ്പോൾ പാർലമെന്റ് നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഒരു രാജ്യത്തിന്റെ അധിപൻ ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ നാളുകളായിട്ട് തുടരുന്ന ഒരു സമയത്ത് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇത്രയധികം വരികൾ കുറിച്ചുകൊണ്ട് ഒരു ഏകപക്ഷീയമായ ഒരു നിലപാടങ്ങ് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് സ്വാഭാവികമായി ഇക്കാര്യത്തിൽ പൊളിറ്റിക്കലി ആയാലും വളരെ അതായത് നയതന്ത്ര തരത്തിലുള്ള ഒരു പ്രതികരണം അത് സ്വാഭാവികമായും വിദേശകാര്യ മന്ത്രാലയത്തിന് അനിവാര്യമായി വരില്ലേ? അപ്പോൾ ഈ വിഷയം രാഷ്ട്രീയമായി വരും ദിവസങ്ങളിൽ പ്രതിപക്ഷമടക്കം ചർച്ച ചെയ്തേക്കാം എന്ന നിലയ്ക്ക് കൂടി ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതുവരെ വിദേശ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ പാർലമെന്റ് ചേരുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വരും. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇപ്പോൾ വരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഒന്ന്, ഇത്തരത്തിലൊരു സംഭാഷണം പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റുമായി നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ സാധാരണയായി നയതന്ത്ര തലത്തിൽ നടത്തുന്ന സൈമൾട്ടേനിയസ് ഒരേ സമയം തന്നെ രണ്ട് രാജ്യങ്ങളും ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയോ അല്ലെങ്കിൽ ഒരു റീഡ് ഔട്ട് ഇറക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ അമേരിക്കൻ അംബാസിഡർ, ഡൽഹിയിലെ അമേരിക്കൻ അംബാസിഡർ സെർജി ഗോറാണ് അത് പുറത്തുവിട്ടു. 9:20 അദ്ദേഹം പുറത്തുവിടുന്നു. ഇവർ തമ്മിൽ ഒരു സംഭാഷണം നടന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേ ട്യൂൺഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിലെ കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടും എന്നുള്ളതാണ്. അപ്പോഴും വിദേശ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് അത്തരത്തിലൊരു ഇത് വന്നിട്ടില്ല ഇതുവരെ. ട്രംപിന്റെ എന്തെങ്കിലും ഒരു കൂടി സംസാരം നടന്നിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച്. പക്ഷെ ഇതിപ്പോൾ അവർ വളരെ മുന്നിലേക്ക് പോയി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു. ഇതിന് ഒരു മറുപടി വിദേശ മന്ത്രാലയത്തിന് അല്ലെ സർക്കാരിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്നും ഇത് വരേണ്ട ഒരു ആവശ്യകത ഉണ്ട്. ഇപ്പോൾ വിദേശമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അമേരിക്കയിലാണ്. ക്രിട്ടിക്കൽ മിനറൽസ് മിനിസ്റ്റീരിയൽ മീറ്റിംഗിനായിട്ട് അദ്ദേഹം അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. 4-ാം തീയതി വരെ അമേരിക്കയിലുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ ബസന്ത് സൂചിപ്പിച്ചതുപോലെ വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്കുള്ള വരവ്, ആ സമയം ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ നയതന്ത്രപരമായിട്ടും പല മേഖലകളിലുള്ള കൈകോർത്തുള്ള മുന്നോട്ട് പോക്ക്, പ്രഖ്യാപനങ്ങൾ, അതൊരു ഘട്ടത്തിൽ നിൽക്കുന്നു. EU-മായിട്ടുള്ള ഇന്ത്യയുടെ കരാറുകൾ അല്ലെങ്കിൽ ഒരു ബദൽ മാർഗം എന്ന നിലയിൽ ഉള്ള ടൈപ്പ്, അപ്പോൾ അതൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രഖ്യാപനം അത് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നും വരികയും ചെയ്യുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രതികരിക്കേണ്ടതിന്റെ ഒരു ഘട്ടത്തിലേക്ക് ഇന്ത്യ വരികയാണോ? ഇന്ത്യക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കരുതലോടുകൂടി മാത്രമേ ഇന്ത്യക്ക് ഈ വിഷയത്തിൽ സമീപിക്കാൻ കഴിയുകയുള്ളല്ലോ. അല്ല, ഇതില് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. സെർജി ഗോർ അമേരിക്കൻ അംബാസിഡറായി ചുമതലയേറ്റ അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നാളെ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനനുസരിച്ചിട്ട് അമേരിക്കൻ സംഘം വരികയും ചെയ്തതാണ്. പക്ഷേ ഇത്ര അവസാനമായി അന്തിമഘട്ടത്തിൽ അല്ലെങ്കിൽ അന്തിമമാക്കി എന്നുള്ള യാതൊരുവിധ സൂചനയും ഇതുവരെ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അന്തിമമായി കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എഫക്റ്റീവ് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള വാചകങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു എക്സ്പോസ്റ്റ് നടത്തിയിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള തരത്തിൽ, വ്യാപാര കരാർ അന്തിമമായി എന്നുള്ള തരത്തിൽ. സ്വാഭാവികമായിട്ടും ഇതിന്റെ വിവരങ്ങൾ പുറത്തുവിടേണ്ട ഒരു ആവശ്യകത വരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരത്തിൽ, ഇരുവരും തമ്മിലുള്ള സംസാരത്തിൽ ഇങ്ങനെ ഒരു ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ അക്കാര്യം വ്യക്തമാക്കേണ്ട ഒരു ബാധ്യത ഇരിക്കുന്നു. റഷ്യൻ എണ്ണയുടെ കാര്യത്തിലും സമാനമായ സാഹചര്യം. വെനിസ്വേലയുടെ എണ്ണ വാങ്ങുന്നു എന്ന് ട്രംപ് ഇന്നലെ ബഡ്ജറ്റ് അവതരണത്തിന്റെ ആ സമയത്ത് തന്നെ ട്രംപ് എയർഫോഴ്സ് 1-ൽ വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞ് വെനിസ്വേലൻ എണ്ണ ഇന്ത്യ വാങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റാണ്. അതിന് 2 ദിവസം മുമ്പ് വെനിസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇന്ന് വീണ്ടും നേരത്തെ വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അന്ന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നമ്മളത് നിർത്തിവെക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെനിസ്വേലയിൽ നിന്ന് വീണ്ടും എണ്ണ വാങ്ങിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിൽ എക്സൈസ് ഡ്യൂട്ടി 100% കൂട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു അരങ്ങൊരുക്കൽ ഇതിന് പിറകിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ആരെങ്കിലും ഉന്നയിച്ചാൽ സംശയം പറയാൻ കഴിയില്ല.
അതായത് ബസന്ത് ഇപ്പോൾ ഈ പറയുന്ന ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്ന വരികൾ അതൊക്കെയാണോ ഇന്ത്യയുടെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വന്നിട്ടില്ല എങ്കിൽ കൂടിയും നേരത്തെ ബസന്ത് പറഞ്ഞതുപോലെ നാളുകളായിട്ടുള്ള ചർച്ചയാണ്. ആ ചർച്ചയിൽ ഒരു റിസൾട്ട് ഉണ്ടാവുക തന്നെ വേണം. പക്ഷേ ഈ പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണം വരുന്നു എന്നുള്ളതിലെ ഒരു അസ്വാഭാവികത തീർച്ചയായും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കരാറ് അന്തിമമാക്കി എന്നുള്ള പ്രഖ്യാപനം, 2 അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നികുതി ഏർപ്പെടുത്തില്ല എന്നുള്ളത്, ടാരിഫും നോൺ ടാരിഫ് ബാരിയേഴ്സ് എല്ലാം 0 ആക്കുമെന്ന് പറയുമ്പോൾ അതിലൊരു വ്യക്തത. മൂന്നാമതായിട്ട് $500 ബില്യൺ വ്യാപാരം നടത്തുമെന്നുള്ള ഉറപ്പ് നൽകി എന്നുള്ളൊരു പിന്നെ ഒരു കാര്യം. റഷ്യൻ എണ്ണ പൂർണ്ണമായും വാങ്ങിക്കൽ നിർത്തുമെന്ന് മോദി എഗ്രി ചെയ്തു, സമ്മതിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം. ഇവിടെ എല്ലാം തന്നെ അവിടെ ബസന്ത് ഒരു പുതിയൊരു അപ്ഡേറ്റ് മോദിയുടെ ഭാഗത്ത് ഒരു ട്വീറ്റ് കൂടി വന്നിട്ടുണ്ട്. വണ്ടർഫുൾ ടു സ്പീക്ക് വിത്ത് മൈ ഡിയർ ഫ്രണ്ട് പ്രസിഡന്റ് ട്രംപ് ടുഡേ. ഡിലൈറ്റഡ് ദാറ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്ട്സ് വിൽ നൗ ഹാവ് എ റിഡ്യൂസ്ഡ് ടാരിഫ് ഓഫ് 18%. ബിഗ് താങ്ക്സ് ടു പ്രസിഡന്റ് ട്രംപ് ഓൺ ബിഹാഫ് ഓഫ് ദി 1.4 ബില്യൺ പീപ്പിൾ ഓഫ് ഇന്ത്യ ഫോർ ദിസ് വണ്ടർഫുൾ അനൗൺസ്മെന്റ് എന്നാണ് അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോ പിന്നെ അത് ശരിവെക്കുന്നു. ഈ ടാരിഫിന്റെ കാര്യത്തിലുള്ള കാര്യങ്ങൾ പിന്നെ സർക്കാർ ശരിവെക്കുന്നു, അല്ലെങ്കിൽ മോദി തന്നെ ശരിവെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വണ്ടർഫുൾ ടു സ്പീക്ക് മൈ ഫ്രണ്ട് ടുഡേ ദാറ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് വിൽ നൗ ഹാവ് എ റിഡ്യൂസ്ഡ് ടാരിഫ് ഓഫ് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു സ്ഥിരീകരണം വരുന്നത്. അതായത് ഈ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മറുചുങ്കം ഏർപ്പെടുത്തിയത് 18% കുറയ്ക്കും എന്നുള്ളത്. പക്ഷെ മറ്റു 2 കാര്യങ്ങൾ കൂടി അവിടെ കിടക്കുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ടാരിഫും നോൺ ടാരിഫ് ബാരിയേഴ്സ് എല്ലാം ശൂന്യമാക്കി എന്നുള്ളതും, അമേരിക്കയിൽ നിന്ന് $500 ബില്യൺ ഊർജം, സാങ്കേതിക വിദ്യ, അതോടൊപ്പം തന്നെ കാർഷികോൽപ്പന്നങ്ങൾ, പിന്നെ കൽക്കരി. കാർഷികോൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഒരു വിവാദമായ ഒരു വിഷയമാണ്. കാരണം കാർഷിക മേഖല തുറന്നു കൊടുക്കാൻ ഇന്ത്യ ഇതുവരെ ഒരു വ്യാപാര കരാറിലും സമ്മതിച്ചിട്ടില്ല. അതുപോലെ ക്ഷീരോൽപ്പന്ന മേഖലയിൽ ഈ കാർഷികോൽപ്പന്നങ്ങൾ ഒരു കാര്യം അതിനകത്ത് ആ ട്വീറ്റിലെ കുറച്ച് വരികൾ കൂടി വായിച്ച അതിനകത്ത് ആഡ് ചെയ്യുന്ന പ്രസിഡന്റ് ട്രംപ്സ് ലീഡർഷിപ്പ് ഈസ് വൈറ്റൽ ഫോർ ഗ്ലോബൽ പീസ്, സ്റ്റെബിലിറ്റി ആൻഡ് പ്രോസ്പെറിറ്റി. ഇന്ത്യ ഫുള്ളി സപ്പോർട്ട്സ് ഹിസ് എഫേർട്സ് ഫോർ പീസ് എന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഈ ട്രംപിന്റെ ഇടപെടൽ കൂടി ശ്ലാഘിച്ചിട്ടുണ്ട്. അല്ല, അതാണ്. അപ്പോൾ ഇതില് ആ ഒരു ഉറപ്പ് അവിടെ നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ പറയുന്ന റഷ്യൻ എണ്ണ വാങ്ങിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ പറയുന്ന അമേരിക്കയുടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായും നികുതി എടുത്തു കളയുന്നു എന്നുള്ളൊരു വിഷയം അവിടെ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നു. പിന്നെ $500 ബില്യൺ അല്ലെങ്കിൽ $500 ബില്യൺ സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് വാങ്ങാം. ബൈ അമേരിക്കൻ എന്നാണ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ബൈ അമേരിക്കൻ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഉറപ്പ് ഇന്ത്യ നൽകിയിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണയായി ഇത്തരം വലിയ സംഭവങ്ങളിൽ സൈമൾട്ടേനിയസ് ആയിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് പ്രഖ്യാപനങ്ങൾ വരുന്നത്. അതിനുശേഷം മാത്രമേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതിനൊരു സ്ഥിരീകരണം പോലെ ഈ കാര്യങ്ങൾ വരുന്നുള്ളൂ. ഇത് 1 മണിക്കൂർ മുമ്പ്, 1.5 മണിക്കൂർ മുമ്പ്, 2 മണിക്കൂറോളമായി അമേരിക്കൻ അംബാസിഡർ പുറപ്പെടുവിച്ച ഒരു ട്വീറ്റ് അവിടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു എക്സ്പോസ്റ്റ് അവിടെ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് അത് സ്ഥിരീകരിക്കുന്ന ഒന്നും വന്നില്ല. ഇപ്പോൾ പുറത്തു വന്നത് ഇപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഒരു വിശദീകരണം മാത്രമാണ് വന്നത്. ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി ട്രംപിന്റെ നേതൃത്വം ആവശ്യമാണ് എന്നുള്ളതാണ്. സമാധാനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുമായി വളരെ ചേർന്ന്, അല്ലെ അമേരിക്കയുമായി ചേർന്ന്, വളരെ അടുത്ത് ചേർന്ന് നിന്നുള്ള ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ തയ്യാർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ കാത്തിരിക്കുന്നു എന്നുള്ള തരത്തിലാണ്. ഇപ്പോൾ ആകെ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത് ഈ മറുചുങ്കം 18% കുറച്ചു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം പ്രധാനമന്ത്രിയുടെ തന്നെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്.